ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ വേറൊരു കഥ കേൾപ്പിക്കാം. അതിന്റെ പേരാണ് അഹങ്കാരിവൃക്ഷവും തേനീച്ചകളും. വളരെ പണ്ട് നടന്ന കാര്യമാണ്. ഒരു വനത്തിൽ ഒരു മാവും ഒരു ആൽമരവും ഉണ്ടായിരുന്നു. മാവ് പ്രഭാതം തൊട്ട് അതിന്റെ ഫലങ്ങളോട് സൗമ്യത കാട്ടിയിരുന്നു. എന്നാൽ ആൽമരം അതിന്റെ സ്വഭാവം കൊണ്ട് കഠോരമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ആ വനത്തിൽ തേനീച്ച റാണി അതിന്റെ കൂട്ടാളികളുമൊത്ത് താമസിക്കാനായി വന്നു. അവർ കണ്ടെത്തിയ ആൽമരം ഏറെ നിബിഡമായിരുന്നു. തങ്ങളുടെ കൂടുണ്ടാക്കാനായി ആൽമരത്തെ തിരഞ്ഞെടുത്തിട്ട് അതിനുവേണ്ടി ആ മരത്തോട് ചോദിക്കുന്നു. ഈ ആൽമര രാജാവേ, ഞങ്ങൾ ഈ വനത്തിൽ പുതിയതായി വന്നവരാണ്. ദയവായി ഞങ്ങളെ ആശ്രിതരായി കരുതി സഹായിച്ചാലും. തേനീച്ച റാണിയുടെ വാക്കുകൾ കേട്ടിട്ട് ആൽമരം പറയുന്നു, എനിക്ക് എന്റെ മീതെയുള്ള ആരുടെയും വാസം ഇഷ്ടമല്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നിങ്ങളുടെ കൂടുണ്ടാക്കൂ. ഞാൻ നിങ്ങൾക്ക് ആശ്രയം നൽകില്ല. ഇരു കൂട്ടരുടെയും സംസാരം തൊട്ടടുത്തുള്ള മാവ് കേൾക്കുന്നു. അത് ആൽമരത്തോട് പറയുന്നു, ഏയ് ചേട്ടാ, നിങ്ങളുടെ പക്കൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ആർക്ക് വേണമെങ്കിലും ആ നിബിഡമായ മരത്തിന്റെ തണൽ നൽകാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ ഈ തേനീച്ചകൾക്ക് അഭയം നൽകാത്തത്? ഇത് കേട്ടപാടെ ആൽമരം പറയുന്നു, നിനക്ക് ഇത്രയ്ക്ക് ദയ തോന്നുന്നുണ്ടെങ്കിൽ നിനക്കെന്താ അഭയം കൊടുത്താല്? മാവ് ആൽമരത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തേനീച്ച റാണിയോട് പറയുന്നു, അതെ സഹോദരിമാരെ, നിങ്ങൾ എന്റെ മരത്തിന്മേൽ കൂടുണ്ടാക്കിക്കോളൂ. നിങ്ങൾക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് കേട്ടതോടെ തേനീച്ച റാണിയും അവരുടെ കൂട്ടാളികളും മാവിന്മേൽ അവരുടെ കൂടുണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ താമസം തുടങ്ങുന്നു. അവരെല്ലാവരും അഭയം കിട്ടിയതിന് മാവിനോട് നന്ദി പറയുന്നു. അങ്ങനെ ഒരു ദിവസം ആ വനത്തിൽ കുറെ വിറക് വെട്ടുകാർ വിറക് വെട്ടാനായി വരുന്നു. മാവിനെ കണ്ട് അവർ നിന്നിട്ട് പറയുന്നു, എത്ര മനോഹരമായ മരം! ഇതിന്റെ വിറക് വിറ്റാല് നമുക്ക് മാർക്കറ്റില് ഇരട്ടി വില ലഭിക്കും. എന്നാൽ അപ്പോഴേക്കും മറ്റൊരാളുടെ ദൃഷ്ടി തേനീച്ച കൂടിന്മേൽ പതിഞ്ഞു. അയാൾ പറയുന്നു, ഈ മരത്തിൽ തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ട്. നമ്മളിത് വെട്ടിയാല് ഇവ നമ്മെ വെറുതെ വിടുകയില്ല. വരൂ, നമുക്ക് വേറെ മരം നോക്കാം. അല്ലെ വേണ്ടടാ ആൽമരം, ഇത് മാവിനേക്കാളും നിബിഡമാണ്. നമുക്ക് ഇതങ്ങ് വെട്ടിയാലോ? ഓ ചങ്ങാതി, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിറക് വെട്ടുകാർ ആ ആൽമരം വെട്ടാൻ തുടങ്ങുന്നു. ആൽമരം വേദന കൊണ്ട് പുളയാൻ തുടങ്ങുന്നു. മാവ് ആ ശബ്ദം കേട്ടിട്ട് തേനീച്ച റാണിയെ വിളിക്കുന്നു. എന്നിട്ട് മാവ് തേനീച്ച റാണിയോട് ആൽമരത്തെ രക്ഷിക്കാനായി പറയുന്നു. നമ്മൾ ആൽമരത്തെ തീർച്ചയായും സഹായിക്കേണ്ടത് ആവശ്യമാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ സഹായം ആവശ്യമാണ്. വരൂ ചങ്ങാതിമാരെ, പോയി നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാം. ആ തേനീച്ചകളെല്ലാം ആൽമരത്തിന്റെ അടുത്ത് ചെന്നിട്ട് വിറക് വെട്ടുകാരെ കുത്താൻ തുടങ്ങുന്നു. അയ്യോ, ഈ തേനീച്ചകൾ എവിടെ നിന്ന് വന്നു? നമ്മൾ ഇവയെ ആ മാവിന്മേലാണല്ലോ കണ്ടത്. അവിടെയാണല്ലോ ഇവ കൂടുകൂട്ടിയിരുന്നത്. എന്നിട്ട് ഇവിടെ എങ്ങനെ വന്നു? അയ്യോ, രക്ഷിക്കണേ! എടാ, സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇപ്രകാരം ആൽമരം മുറിഞ്ഞു വീഴാതെ രക്ഷപ്പെടുന്നു. ആൽമരം തന്റെ ജീവൻ രക്ഷിച്ചതിന് തേനീച്ച റാണിയോട് നന്ദി പറയുന്നു. അപ്പോൾ തേനീച്ച റാണി പറയുന്നു, നിങ്ങൾ ശരിക്കും ആരോടെങ്കിലും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മാവിനോട് പറയൂ. അദ്ദേഹമാണ് ഞങ്ങളെ ഇതിന് പ്രേരിപ്പിച്ച് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തെന്ന് കരുതി അവരോട് നിങ്ങളും തെറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന്. ഇത് കേട്ടപാടെ ആൽമരത്തിന് തന്റെ തെറ്റ് ബോധ്യമാവുകയും ചെയ്ത തെറ്റിന് തേനീച്ച റാണിയോടും മാവിനോടും ക്ഷമയാചിക്കുകയും ചെയ്യുന്നു. മാവ് ആൽമരത്തോട് ക്ഷമിക്കുകയും അവർ വീണ്ടും സുഹൃത്തുക്കളാവുകയും ചെയ്യുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. പിന്നെ നമ്മളെക്കാൾ ചെറിയവരെ സഹായിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.